ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. 7 മാസം മുൻപ് കാണാതായ വിമുക്ത ഭടനെ തേടി അലഞ്ഞ് ബന്ധുക്കൾ. മലപ്പുറം മച്ചിങ്ങൽ സ്വദേശി നരിപ്പറ്റ അലവിയെ തേടി തിരയാത്ത സ്ഥലങ്ങളില്ല. പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്താനായില്ലെന്ന് ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ബർക്കത്ത്, എൻ്റെ സ്വദേശം മലപ്പുറം മച്ചിങ്ങലാണ്. എൻ്റെ ഫാദറാണ് മിസ്സായിട്ടുള്ളത്. ജനുവരി 6-ാം തീയതി ചെന്നൈയിൽ നിന്ന് കാണാതായി. എൻ്റെ ചെറിയ സിസ്റ്റർ ഡോക്ടറായിരുന്നു. അവൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സീറ്റിൻ്റെ അർത്ഥം ചെന്നൈയിൽ പോയതായിരുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇന്നോവ കാറിൽ എൻ്റെ മദറും എൻ്റെ 2 സിസ്റ്ററും അളിയനും ഫാദറും കൂടി അങ്ങോട്ട് പോയതായിരുന്നു. അവിടെ വെച്ച് സാധനങ്ങളെല്ലാം ഇറക്കുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക പെങ്ങൾ റൂമിൽ പോയി. തിരിച്ച് വന്ന സമയത്ത് പിന്നെ വാപ്പ വണ്ടിയിൽ നിന്ന് ഇറങ്ങണതേ കണ്ടോളൂ ഉമ്മ. പിന്നെ ഫാദറിനെ കാണുന്നില്ല. അപ്പോൾ സെല്ലുണ്ടായിരുന്നു, സാധാ സെല്ലായിരുന്നു, ചെറിയ സെല്ല്. അതിൽ വിളിച്ചു നോക്കി. അപ്പോൾ ഞാൻ പള്ളിയിൽ പോന്നതാണെന്ന് പറഞ്ഞ്. തിരിച്ചൊരു 5 മിനിറ്റ് വേറെ അതൊരു കോളിലായിരുന്നു ഫാദർ. അത് കോള് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ ഓഫാക്കുക ചെയ്തത്. ചാർജ് കഴിഞ്ഞ് ഓഫായി. അപ്പോൾ അതൊന്ന് ചെറിയൊരു ഓർമ്മയുടെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ. പക്ഷെ അവിടെ നിന്ന് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പിന്നെ നമ്മളവിടുത്തെ പെരുമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കാണാണ്ടാണത് വാപ്പന്നെ. കഴിഞ്ഞ ജനുവരി 6-നാണ് അലവി ചെറിയ മക്കളായ ബേബി നസ്രീനയുടെ പഠനാവശ്യാർത്ഥം കുടുംബസമേതം ചെന്നൈയിലേക്ക് പുറപ്പെട്ടത്. പെരുമ്പാക്കത്ത് വെച്ച് വാഹനത്തിൽ നിന്നും വാടക വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിനിടെ കാണാതാവുകയായിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പള്ളിയിലാണെന്നും ഉടനെ വീട്ടിലേക്ക് വരാമെന്നുമായിരുന്നു മറുപടി. പിന്നീട് അങ്ങോട്ട് വിവരമൊന്നുമില്ല. അലവിക്ക് ചെറിയ ഓർമ്മക്കുറവുള്ളതിനാൽ മക്കളായ നസ്രീനയും ഇർഫാനും അന്ന് തന്നെ പെരുമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മക്കളും ബന്ധുക്കളും ചെന്നൈയിൽ മുഴുവൻ തിരഞ്ഞിട്ടും വിവരമൊന്നും ലഭിച്ചില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള മൊബൈൽ ഷോപ്പിൽ ഫോൺ റീചാർജ് ചെയ്യാനായി ചെന്നിരുന്നുവെന്നും അവിടെ നിന്നും ഒരു സ്കൂട്ടറിൽ കയറിപ്പോകുന്ന CCTV ദൃശ്യമല്ലാതെ മറ്റൊന്നും ലഭിച്ചില്ല. കമ്മീഷണർ ഓഫീസിലും ചെങ്കൽപ്പെട്ട് കലക്ടർക്കും മലപ്പുറം കലക്ടർക്കും MLAക്കും MP-ക്കും അടക്കം പരാതി നൽകിയിട്ടും നാളിതുവരെ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് 2 തവണ പരാതി നൽകിയിട്ടും ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. A+ വിഷൻ ന്യൂസ്, മലപ്പുറം. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.